ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഇതേപോലെ നമ്മുടെ എംടി ബോട്ടിലുകൊണ്ട് ഒരു പെൻഗിൻ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പെൻഗിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മോൾഡിങ് ഡഫാണ്. നമ്മളതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു പണിയില്ല കേട്ടോ, ജസ്റ്റ് റൗണ്ട് ചെയ്യുക, ബോൾ ചെയ്യുക, എന്നിട്ട് ഒന്ന് പരത്തി കൊടുത്ത് നമ്മൾ ആ ബോട്ടിലിൻ്റെ ടോപ്പിൻ്റെ അവിടെ ഇത്തിരി ഗമ്മ് തേച്ച് നമ്മളിത് അതേപോലെ റൗണ്ടിൽ അത് പൊതിഞ്ഞു കൊടുക്കുക, അതിൻ്റെ അടപ്പ്. ഓക്കെ, ബോട്ടിലിൻ്റെ അടപ്പ് നമ്മളിപ്പോൾ കവർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഹെഡ് പോലെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി വേറൊരു ഒരേപോലത്തെ രണ്ട് ബോളുകൾ നമ്മൾ എടുത്തിട്ട്, ക്ലേൻ്റെ രണ്ട് ബോൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ വിങ്സ് ഉണ്ടാക്കുകയാണ്. വിങ്സ് നിങ്ങൾ ഒരേപോലെ ഉണ്ടാക്കണം കേട്ടോ. വിങ്സ് ഇതേപോലെ ഒരു ഭാഗം കുറച്ച് കൂടുതൽ പരന്നിട്ട് പിന്നെ മറ്റേ സൈഡ് പരപ്പ് കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. വിങ്സ് ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇടാം. അല്ല, നമ്മൾ പെൻഗിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഹാഫ് വരെ അതിൻ്റെ കൈ ഒരു ചിറക് ഭാഗം ഉണ്ടാവാറുള്ളൂ. ഞാൻ ആദ്യം ഫുള്ളെടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. ഞാൻ പിന്നീട് അത് ഹാഫാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഫുള്ള് വേണമെങ്കിൽ ഫുൾ ചെയ്യാം, ഹാഫ് വേണമെങ്കിൽ ഹാഫ് ചെയ്യാം. ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ രണ്ട് വിങ്സും നമ്മൾ വെച്ച് കൊടുക്കുക. ഞാൻ ഈ ശരിക്കും ഗമ്മ് തേക്കേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മളത് ആ ക്ലേ നമ്മൾ അതിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് അത് താഴേക്ക് തന്നെ വീണ് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡായിട്ട് വരും, പിന്നെ ബോട്ടിൽ അത് നന്നായിട്ട് സെറ്റായിക്കോളും. ഓക്കെ, വിങ്സിൻ്റെ അടിവശം ഇതേപോലെ കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിത് ഹാഫ് വിങ്സ് ആക്കാണ്, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. നമ്മളിത് ഒരു കാർട്ടൂൺ ഇതിലൊക്കെ ഒരു പെൻഗിൻ്റെ ഒക്കെ ഒരു ഫിഗർ കാണുന്നത് പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി മറ്റേ സൈഡ് ഒന്ന് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആണോ നോക്കാം, നമുക്ക് ഭംഗിയുണ്ടോ നോക്കാം. ആ ക്ലേ തന്നെ വെച്ചിട്ട് ഇതിന് കണ്ണുകൾ ഉണ്ടാക്കി കൊടുക്കാം. ജസ്റ്റ് ചെറിയ ചെറിയ ബോളുകളാക്കുക, വളരെ ചെറിയ ബോളുകൾ. എന്നിട്ട് നമുക്ക് ആ കണ്ണിൻ്റെ അതേ പൊസിഷനിൽ വെച്ച് കൊടുക്കാം, രണ്ടെണ്ണം. പെൻഗിന് ഇങ്ങനെയാണ് കണ്ണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ചെറിയ ബോൾസ് ഇട്ടോ അങ്ങനെ കണ്ണ് വെച്ച് കൊടുക്കാം. ഇനി കൊക്കിൻ്റെ ഷേപ്പിൽ ഇതേപോലെ കൊക്കും വെച്ച് കൊടുക്കാം, ആ ക്ലേ ഉപയോഗിച്ചിട്ട് തന്നെ. ഇതിന് ഗമ്മ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇത് ഈ ക്ലേൻ്റെ മുകളിൽ തന്നെ ക്ലേ ഒട്ടിപ്പിടിക്കും. ഞാൻ ഇനി ഒരു കാര്യം പറയാം. നേരത്തെ നമ്മൾ വിങ്സ് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് അതത്രയൊരു ഭംഗിയായിട്ട് തോന്നിയില്ല. നമ്മൾ ഒരു ഫിലിം കണ്ടിട്ടുണ്ടല്ലോ നണ്ണ്, അതിലെ ആ ഒരു വലക്കിൻ്റെ ഒക്കെ പോലെ ഒരു ഫിഗർ തോന്നി. അപ്പോൾ ഞാനത് ഹാഫാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഹാഫാക്കി. അപ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റാണ് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ ഈ ക്ലേ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് സെറ്റായി പോകുന്നൊരു ക്ലേ ആണ്. ഓക്കെ, ഹാഫ് എടുത്തോളൂ. ഇനി നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുക അതിൻ്റെ വിങ്സിനൊക്കെ. ഫുള്ളായിട്ട് കൊടുക്കുക കേട്ടോ. നേരിട്ട് നമുക്ക് ക്ലേൻ്റെ മുകളിലാണ് നമ്മൾ ക്ലേൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം, അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഗ്ലാസിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്പോഞ്ച് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. എന്നാൽ നമുക്ക് ബ്രഷ് കൊണ്ട് കൊടുക്കുമ്പോൾ ബ്രഷിൻ്റെ ഒരു പാടൊക്കെ ആ ഒരു ഗ്ലാസിൻ്റെ മുകളിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിങ്സൊക്കെ ഒന്ന് കളർ ചെയ്യുക, ബ്ലാക്ക് കളറ്. അതേപോലെ ഹെഡിൻ്റെ പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. ഈ ഒരു ഹാർട്ടിൻ്റെ മുകളിലെ ആ ഒരു ടോപ്പ് സൈഡിലുള്ള ഒരു ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഏതാണ്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു നമ്മളൊരു കാർട്ടൂൺ ഒരു ടൈപ്പ് ഒരു പെൻഗിനാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഹെഡ് ബ്ലാക്ക് ആയിട്ടുള്ള പെൻഗിൻസൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ആ ഐസൊക്കെ ഒന്നും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഹെഡ് ബാക്ക് വശത്തൊക്കെ ബ്ലാക്ക് കളർ കൊടുക്കുക. ഇനി നമ്മൾ ബ്ലാക്ക് കളർ എടുത്ത് പിൻവശത്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ജസ്റ്റ് നമ്മൾ അടിവശത്ത് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണിക്കാം. ചെറിയ ബ്രഷ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ
ഇതാ ഈ ഒരു ഷേപ്പിൽ, ഈ ഒരു ഇതിൽ വേണം നിങ്ങളത് ചെയ്യാൻ. കളർ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ കളർ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ നമുക്കറിയാം പെങ്കിന് വൈറ്റ് കളറാണ്. അപ്പോൾ വൈറ്റ് കളറിന് വേണ്ടിയിട്ട് അഗെയിൻ ഒന്നും കൂടി ഫേസ് ഒന്നും കൂടി നമ്മൾ ബോഡിയുടെ ആ ഒരു പാർട്ട് വൈറ്റ് അടിക്കുന്നതിന് മുന്നേ ബ്രഷായിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് ആ പെങ്കിൻ്റെ ഫേസ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളർ തന്നെ. ഈ വൈറ്റ് കളർ എടുത്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ബെല്ലി ആ ഒരു പാർട്ടിൽ. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കളർ നല്ല ഈവനായിട്ട് കിട്ടും കേട്ടോ. എല്ലാ സൈഡും കളർ ഒരേപോലെ കിട്ടും. ഇനി നമുക്ക് ഐസിന് ബ്ലാക്ക് കൊടുക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റണം, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ആ ബ്ലാക്ക് കളർ കൊടുത്തു. ഇനി നമുക്ക് ജസ്റ്റ് ആ ഒരു തിളക്കം ആ കണ്ണിൻ്റെ ഒരു ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് ജസ്റ്റ് ഒരു വൈറ്റ് ഒരു ഡോട്ട് മാത്രം ഒന്ന് കൊടുക്കുക ബ്ലാക്കിൻ്റെ മുകളിൽ. ഓക്കെ, ഇനി നമ്മൾ കൊക്കിന് നമ്മൾ 2 കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് യെല്ലോ കളറും പിങ്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ യെല്ലോ കളറും ഓറഞ്ച് കളറും കൂടി നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ യെല്ലോ റെഡും മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ അടുത്തുള്ള കളറിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പിങ്കും യെല്ലോ കളറും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പോൾ വേറൊരു കളർ കിട്ടും നമുക്ക്. ആ കളറാണ് ഞാൻ അതിൻ്റെ ബീക്കിന് കൊടുക്കുന്നത്. ഇതാ നമ്മുടെ പെങ്കിൻ റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ പണി. നിങ്ങളെല്ലാവരും ഒരു ഫ്രീ ബോട്ടിൽ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.